നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ വാരഫലം നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 23 തീയതി മുതൽ 29 തീയതി വരെ, അതായത് 2024 സെപ്റ്റംബർ മാസം 8 തീയതി മുതൽ 14 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാകുന്നു. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നു കർക്കിടകം, ചിങ്ങം, കന്നി രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. കർക്കിടകൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ 2.25 നക്ഷത്രം വരുന്ന രാശി സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 3-ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ ചൊവ്വ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയധിപനായ ചന്ദ്രൻ ചരരാശിയിൽ നിൽക്കുന്നു. അതിനാൽ സഞ്ചരിക്കുവാനുള്ള ഒരു നല്ല മൂഡ്, താല്പര്യം കൈവരുന്നു. അത് പല രീതിയിലുള്ള യാത്രകളാകാം. ലഗ്നാധിപൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി തനിക്ക് സഞ്ചരിക്കേണ്ടി വരും. ദൂരദേശത്തുള്ള തൻ്റെ സ്വത്തിന് നല്ലൊരു എൻക്വയറി വരികയാണ്. നല്ലൊരു ബ്രോക്കർ നിങ്ങളെ സമീപിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്യാം. തൻ്റെ ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായ സമയമാകുന്നു. അതിന് പുറമേ തനിക്ക് പാരമ്പര്യ സ്വത്ത് തൻ്റെ കൈവശം വരുന്ന വാരമാകുന്നു. അതിൽ സഹോദരങ്ങളുടെ ചില അപ്രിയങ്ങൾ വരാതെ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് മാതൃപക്ഷത്തുള്ള സ്വത്തുകളൊക്കെ ലഭിക്കുവാൻ തീരുമാനങ്ങളൊക്കെ ഈ വാരമാകാം. അല്ലെങ്കിൽ മാതൃപക്ഷത്തുള്ള സ്ഥലം, 10 സെൻറ്റ് സ്ഥലം അമ്മ തരികയാണ്, അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം തരികയാണ്. അവിടെ വീടെടുക്കുവാനുള്ള പ്രാരംഭ നടപടികൾക്ക് തീരുമാനങ്ങളാകാം. നിങ്ങൾ നല്ലൊരു ജ്യോതിഷിയെ കാണണം. ആ സ്ഥലത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ഇത് വിൽപ്പനയ്ക്ക് തയ്യാറാണോ, അല്ലെങ്കിൽ എങ്ങനെ വിൽക്കാം, ഇതൊക്കെ പെട്ടെന്ന് വിറ്റ് പോകുമോ, ഇതൊക്കെ ജ്യോതിഷിയെ കണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എങ്ങനെയുള്ള ഭൂമിയാണ്, ഇത് വാസയോഗ്യമാണോ, അതല്ല ഇത് വിറ്റിട്ട് മറ്റൊരു ഭൂമി എടുക്കണമോ എന്ന ഉപദേശങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തരും. അതിനാൽ കർക്കിടക രാശിക്കാർ ഗൃഹസംബന്ധമായ വിഷയങ്ങൾ, കിണർ കുഴിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ, അതേ രീതിയിൽ നല്ല യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാം. ചില ധനാഗമ മാർഗം സംജാതമാകുന്നുണ്ട്. പുതിയ ചില പദ്ധതികൾക്ക് ആരംഭം കുറിക്കാം. ഒരു വിഷയം, കർമ്മമേഖല വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ കർമാധിപനായ ചൊവ്വ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. യാത്രയ്ക്ക് വളരെയധികം തടസ്സങ്ങളുണ്ട്. ഇവിടെ ഒക്ടോബർ 20 ചൊവ്വ കർക്കിടകൻ രാശിയിൽ വരുന്നത് വരെ കർക്കിടകൻ രാശിക്കാർക്ക് യാത്രയിൽ തടസ്സമാണ്. ഒക്ടോബർ 20 വരെ ശ്രദ്ധിക്കണം. അതിനാൽ യാത്രാ തടസ്സം, വിസ വന്ന് പോകാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ യാത്രയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന വ്യക്തികളെല്ലാം തന്നെ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിൽ ഒക്ടോബർ 20 വരെ രക്തപുഷ്പാഞ്ജലി, കടുംബായസം ചെയ്യുക, ശത്രുസംഹാര കുരുതി ചെയ്യുക, യാത്രാമുട്ട്, കർമ്മമുട്ട് കൂടി ചെയ്യണം. ഇത് ചെയ്ത് ദോഷങ്ങളെ പരിഹരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു. ശനിയാഴ്ച ശനീശ്വരന് നെയ്വൾക്ക് സമർപ്പിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുക. ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ധാരാളം കാണുന്നു. ഭാര്യ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകുന്നു. അതിനാൽ ഗാർഹിക അന്തരീക്ഷത്തിൽ താൻ പക്ഷം നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളാകും. ഭാര്യയ്ക്ക് തോന്നരുത്, ഫീൽ ചെയ്യരുത്, നിങ്ങൾ അമ്മയെ തന്നെ താങ്ങി നിർത്തുന്നു എന്ന ഫീലിംഗ് ഭാര്യയ്ക്കുണ്ടാകാൻ പാടില്ല. അതേ രീതിയിൽ അമ്മയ്ക്ക് തോന്നരുത്, തൻ്റെ മകനിത തൻ്റെ ഭാര്യയെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന കംപ്ലൈൻറ്റ് മാതാവിനുമില്ലാതെ നോക്കേണ്ടുന്ന വാരമാകുന്നു ഈ ഒരു വാരം. സ്ത്രീജനങ്ങളോട് താല്പര്യം തോന്നുക, ഭാര്യയോട് താല്പര്യം കുറയുക. ഇത് ബാലൻസ് ചെയ്യണം. പലപ്പോഴും ഭാര്യാസുഖം അങ്ങനെ നഷ്ടപ്പെടും. അന്യ സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങളിലൂടെ മാനസിക പിരിമുറുക്കങ്ങൾ വരാതെ കർക്കിടക രാശിക്കാർ നോക്കണം. സന്താന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഭാഗ്യാധിപനായ വ്യാഴം സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു, നല്ലത്. പക്ഷേ സന്താനപതിയായ ചൊവ്വ 12-ാം ഭാവത്തിലാണ്. പതിവസ്തരിഭേ, മക്കൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, അസ്വസ്ഥതകൾ, ഇതൊക്കെ വരുന്ന വാരമാണ്. അതിനാൽ മക്കളുടെ പേരിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടുകൾ ചെയ്യുന്നത്
കർക്കിടകൻ രാശിക്കാർക്ക് വളരെ ശുഭകരമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ചിങ്ങൻ രാശി. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ വാരം ഗുണകരമായ വാരമാകുന്നു. രാശിയിൽ സൂര്യനും ബുധനുമുണ്ട്, 2-ൽ ശുക്രനും കേതുവും, 3-ൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10-ൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ചൊവ്വ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ രാശിധിപനായ സൂര്യൻ ബലവാനായി നിപുണയോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുന്നു. തനുസ്തോരവിസ് തുങ്കയിഷ്ടിം വിധത്തെ മനസ്സന്തഭേദ് ധാരദായാതവർഗാൽ ബഹുപീഡ്യതേ വാദപിത്തേന നിത്യം സവൈപര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി. സഞ്ചരിച്ചിട്ട് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരം സൂര്യൻ ബലവാനായി മൂലക്ഷേത്ര ബലം കഴിഞ്ഞു എങ്കിലും നിപുണയോഗം ചെയ്യുന്നത് മൂലം പലപ്പോഴും കാര്യങ്ങളിൽ വിജയിക്കുവാനുള്ള അവസരം സംജാതമാകുന്നു. പല കാര്യങ്ങളും മധ്യസ്ഥത്തിലൂടെ പരിഹരിക്കാം. ഉദാഹരണമായി ഒരു കേസ് നടക്കുകയാണ്. ആ കേസിൽ ലഗ്നത്തിൽ പാപഗ്രഹമുണ്ടെങ്കിൽ വാദിയും 7-ൽ പാപഗ്രഹമാണെങ്കിൽ പ്രതിവാദിയും ജയിക്കും. ലഗ്നത്തിലും 7-ലും പാപഗ്രഹങ്ങളാണിന്ന്. അതിനാൽ പല കാര്യങ്ങളും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്, കോടതിക്ക് പുറത്ത് നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാം. അതിന് ശ്രമിക്കണം. അങ്ങനെ വിവാദമായ പല ഭൂമി വിഷയങ്ങൾക്കും പരിഹാരം കാണാം. വാശി കളയുക, മധ്യസ്ഥതയിലേക്ക് വരിക. അതിൻ്റെ ഗുണമെന്താണ്? സാമ്പത്തികമായി നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച കൈവരുന്നു ഈ ഒരു വാരത്തിൽ. 2-ലെ ശുക്രനാണ്. സുവാക്യ, നാം നല്ല വാക്ക് സംസാരിക്കുക, നമ്മളുടെ കാര്യങ്ങൾ നടക്കട്ടെ. പകൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബഹുപാത് രാശി 4 കാലുകളുള്ള വാഹനങ്ങൾ ഒക്കെ ഡ്രൈവ് ചെയ്യുന്നവർ പകൽ ശ്രദ്ധിക്കുക. പകൽ ഉറങ്ങിപ്പോകുക യാത്രയിൽ, വാഹനത്തിൽ. എന്നിട്ട് അപകടങ്ങൾ വരുന്ന സമയമാണ്. രക്ഷപ്പെടും, പക്ഷേ ശ്രദ്ധിക്കണം. 2-ലെ ശുക്രനും കേതുവും ശാരീരികമായി ശ്രദ്ധിക്കണം. ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കുക. അതേ രീതിയിൽ നേത്രരോഗികളും ശ്രദ്ധിക്കുക. ഏതായാലും ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായ വാരമാകുന്നു. അടുത്തതായി കന്നിരാശി. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു കന്നിരാശി. ഇന്ന് കന്നിരാശിക്കാർക്ക് രാശിയിൽ ശുക്രനും കേതുവും, 2-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ ശനി, 7-ാം ഭാവത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ചൊവ്വ, 12-ൽ സൂര്യനും ബുധനും. ഇവിടെ ആദ്യം നാം ചിന്തിക്കേണ്ടത് കന്നിരാശിക്കാർക്ക് രാശിധിപനായ ബുധൻ ദുർബലനായി 12-ൽ നിൽക്കുന്നു. അതത്ര ഗുണമല്ല. കർമ്മമേഖലയിൽ ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. കർമ്മസ്ഥാനത്ത് 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെ ഗുണമാണ് എന്ന് ചോദിച്ചാൽ ഗുണമാണ്. പക്ഷെ ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യ ദോഷമുണ്ട്. അഷ്ടമാധിപനായ ഗ്രഹം കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ പാപേ കർമ്മഗതേ കർമ്മവിഹതിഹി, കർമ്മത്തിന് തടസ്സമുണ്ടാകുന്നു. ദുഷ്കീർത്തിഹി, തനിക്ക് കർമ്മമേഖലയിൽ പേരുദോഷം വരുന്നു. ആജ്ഞാക്ഷതി, തന്നെ അനുസരിക്കേണ്ടുന്ന ഭൃത്യന്മാർ, തൻ്റെ കീഴ്ജീവനക്കാർ തനിക്കെതിരെ തിരിയുന്നു. ദാസാലംബനയോർ വിനാശനമപി, തൻ്റെ ആശ്രയിക്കുന്നവർക്ക് ഭൃത്യജനങ്ങൾക്ക് രോഗമുണ്ടാകുന്നു. അതിനാൽ ഇതൊക്കെ മാനസികമായി അലട്ടും. ഇവിടെ കർമാധിപനായ ഗ്രഹം 12-ൽ നിൽക്കുന്നു. പതിസ്തുരിഭേ എന്നാണ് 12-ലെ സൂര്യന് പറഞ്ഞിരിക്കുന്നത്. വീഴ്ച വരും കർമ്മമേഖലയിൽ. അതിനാൽ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കൈക്കൂലി കേസിലൊക്കെ താൻ പിടിക്കപ്പെടുക, തനിക്ക് പേരുദോഷം വരിക, താൻ സമൂഹത്തിൽ അല്ലെങ്കിൽ തന്നെ ജോലി സങ്കേതത്തിൽ കളങ്കിതനാവുക, ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അനാവശ്യമായ പോഷായിട്ട് ആഡംബരത്തോടുള്ള അമിതമായ ഭോഗാസക്തി കാരണം തനിക്ക് കാശ് നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, ചില സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദത്തിലൂടെയൊക്കെ തൻ്റെ ഭാര്യയെ മറക്കുക അല്ലെങ്കിൽ ഭാര്യയെ വെറുക്കുക, താല്പര്യം കുറയുക, അത് വലിയ ദാമ്പത്യ ക്ലേശങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ്. ശത്രുദോഷത്തിന് പരിഹാരമായി കന്നിരാശിക്കാർ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യണം. ദാമ്പത്യ ശ്രേയസ്സിന് ഭാര്യാഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. ശിവനി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾക്ക് പരിഹാരമായി കറുകഹോമം ചെയ്യുക. ബാക്കി 9-ലുള്ള വ്യാഴം വളരെ നല്ലതാണ്. പലപ്പോഴും ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് താല്പര്യം വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലഗ്നത്തിലെ ശുക്രൻ ഭോഗാസക്തനായി ബുദ്ധിമുട്ടുകളുണ്ടാക്കും. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യും 9-ലെ വ്യാഴം. തപസ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഒരു തുലാസിനെ പോലെ
താൻ മനസ്സ് കലുഷിതമാകുമ്പോൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നറിയുവാനുള്ള ഒരു ഔചിത്യത്തെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രദാനം ചെയ്യുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവരുടെ യാത്രക്ക് വലിയ തടസ്സങ്ങളില്ല. മക്കൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാഗക്ഷേത്രത്തിൽ, സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ വഴിപാടായി ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ട കർക്കിടകം, ചിങ്ങം, കന്നി രാശിക്കാർക്ക് ഒരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.